ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്ന് അനീഷിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അനീഷ് ആദ്യമായിട്ട് അനുമോൾക്ക് എതിരെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കാം. അനീഷിനെ കാണാൻ മൊറോക്കയിൽ നിന്നൊരു വിദേശ വനിത വന്നിട്ടുണ്ടായിരുന്നു. അതെന്തിനാണ് വന്നത് എന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഒരു ലോഡ് സാധനങ്ങളാണ് നമ്മുടെ അനീഷിൻ്റെ വീട്ടിൽ ഇറക്കിയിരിക്കുന്നത്. അത് എന്തൊക്കെയാണ് എന്നും നോക്കാം. പിന്നെ കല്യാണം ഉടനെ തന്നെ ഉണ്ടാകും, കാരണം സോഷ്യൽ മീഡിയ വഴി ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് മെസ്സേജ് വന്നിട്ടുണ്ട്. വീട്ടുകാർ അത് കാര്യമായി നോക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ബെൽ ബട്ടന് കൂടി അമർത്തണം കേട്ടോ. ഓക്കെ, മൈജിയുടെ വലിയൊരു വണ്ടിയാണ് കേട്ടോ അനീഷിൻ്റെ വീട്ടുമുറ്റത്ത് വന്നു നിന്നത്. അതിലാണെങ്കിൽ ഒരു ലോഡ് സാധനങ്ങളുണ്ട്. അപ്പോൾ തന്നെ അനീഷ് വളരെ സന്തോഷവാനായിട്ട് നിൽക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നൊരു സുഖമാണോ എല്ലാവർക്കും. അപ്പോൾ അവിടെ മീഡിയക്കാരൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമാണ്. അനീഷേട്ട എല്ലാം ഉണ്ടല്ലോ, AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, കിച്ചൺ സെറ്റ്, കിച്ചൺ എല്ലാ സാധനങ്ങളും എത്തിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അനീഷിൻ്റെ പറയണ്ടേ ഞാനൊന്ന് പോയി നോക്കട്ടെ, എന്നിട്ട് നമുക്ക് പറയാം എന്ന് പറയണ്ടേ. മൈജി വളരെ ട്രസ്റ്റബിളാണ് എന്നൊക്കെ പറഞ്ഞ ഒരു വലിയ പ്രസംഗം തന്നെ നടത്തുന്നുണ്ട് കേട്ടോ അനീഷ്. കോടന്നൂരിൻ്റെ അഭിമാനമാണ്. അതുപോലെ തന്നെ മൈജിയോട് വളരെ നന്ദിയുണ്ട് ഇത്രയും സാധനങ്ങളൊക്കെ എത്തിച്ചതിൽ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കോടന്നൂർ തന്നെ അഭിമാനിക്കാവുന്ന നിമിഷമാണ്. അതുപോലെ തന്നെ ബിഗ് ബോസ് ഫൈനൽ സ്റ്റേജിൽ വെച്ചിട്ടാണ് ഈ ഷാജിയേട്ടൻ എന്നൊരു പേര് പറഞ്ഞു ഷാജി അനൗൺസ് ചെയ്തത്. അദ്ദേഹം പറഞ്ഞാൽ പിന്നെ അത് മാറില്ലല്ലോ, അദ്ദേഹം ഉറപ്പായിട്ടും ചെയ്തു തരും. വളരെ സന്തോഷമുണ്ട്. ഇത്രയധികം സാധനങ്ങൾ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് പറയുന്നുണ്ട്. ഒരു കിച്ചണിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും, ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ ഗൃഹോപകരണങ്ങളും തരുമെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് പറയുന്നത്. പക്ഷെ ഒരു വണ്ടി നിറയെ സാധനമായിരുന്നു. എന്താ പറയുന്നത്, അത്രയും സാധനങ്ങൾ അടക്കി വെച്ചിരിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ അതുപോലെ തന്നെ ആരാധകർ കുറേ അന്വേഷിച്ച് വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് ശരിയാണ്, ഒരുപാട് ജെന്യൂനായിട്ട് ഞാൻ തള്ളണതല്ല കേട്ടോ, ജെന്യൂനായിട്ട് പറയണതാണ്. ആരാധകർ ഒരുപാട് വരുന്നുണ്ട്. കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെ ആരാധകർ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നിട്ട് ഒരുപാട് പേര് നാട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇവർ എന്നെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ട് ഒരു ദിവസം എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടാണ് അവർ പോകുന്നത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഒരു മൊറോക്കയിൽ കുറച്ച് മലയാളീസ് ഇതൊരു ബിഗ് ബോസ് വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ അനീഷ് എന്ന് പറഞ്ഞിട്ട് ഒരു വിദേശ വനിത, മൊറോക്കയിലെ വിദേശ വനിത ഇത് കേട്ടുകൊണ്ട് ഏതാണ് ഈ അനീഷ് എന്ന് അറിയാൻ വേണ്ടി മൊറോക്കയിലെ ആൾക്കാർ, സിറ്റിസൺസ്, മലയാളീസാണ്, മൊറോക്കയിലെ സിറ്റിസനെ കൂടിയിട്ട് വന്നിരിക്കുന്നു. എന്തിനാണ്, ഒഴിച്ചലിനാണ് വന്നത്. പക്ഷേ ഈ മൊറോക്കോ സിറ്റീസൺ എന്തിനാണ് വന്നിരിക്കുന്നത്, അനീഷിനെ കാണാൻ വന്നിട്ടുണ്ട്. ഏതാണ് ഈ അനീഷ് എന്നറിയാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അത്രയും ഫെയിമായി തീർന്നു അനീഷ്. ജനങ്ങളുടെ ഉള്ളിലേക്കാണ് കയറിപ്പറ്റിയത് അനീഷ് പറയുന്നുണ്ട്. പിന്നെ അനീഷ് പറയുന്നുണ്ട് എനിക്ക് PR യോജിപ്പില്ല കേട്ടോ. ജനങ്ങളുടെ ഹൃദയം കീഴടക്കണം, അതുപോലെ ഹൃദയം അല്ലെങ്കിൽ ഇഷ്ടം നേടിക്കഴിഞ്ഞാൽ മാത്രം മതി എന്ന് പറയുന്നത് കേട്ടോ. അത് തന്നെയാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് PR ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഇൻസ്റ്റയും എൻ്റെ ഫേസ്ബുക്കും അതുപോലെ എൻ്റെ എല്ലാ ഓൺലൈൻ മാധ്യമങ്ങളും ഞാൻ പൂട്ടി വെച്ചിട്ട് എൻ്റെ ഫോണ് അവിടെ ബിഗ് ബോസിന് കൊടുത്തിട്ടാണ് ഞാൻ പോയത്. എൻ്റെ ഇൻസ്റ്റയും ആരും ഒന്നും കൈകാര്യം ചെയ്യുന്നുണ്ടായിരുന്നില്ല. എനിക്ക് വളരെ ഓർഗാനിക്കായി വന്ന ഫാൻസാണ് എൻ്റേത് എന്ന് പറയുന്നത് കൃത്യമായി പറയണം. അല്ലാതെ അനുമോളുടെ PR പോലെ ഒരു ഫാൻ പേജ് ഉണ്ടാക്കി ഒരിക്കലും എന്നെ സ്നേഹിപ്പിച്ച് എടുത്തതല്ല, എനിക്ക് ഓർഗാനിക്കായി വന്നതാണ് എന്ന് കൃത്യമായി അനീഷോട് പറയുന്നുണ്ട്. കുട്ടികൾ മുതൽ വയസ്സായവർ വരെ എന്നെ കാണാൻ ഇഷ്ടപ്പെടുന്നവരായിരുന്നു. എന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് പ്രായപരിധിയില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. വെച്ചാൽ വളരെ കൊച്ചു കുട്ടികൾ മുതൽ വയസ്സായ അമ്മൂമ്മമാർ വരെ എന്നെ നന്നായി റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. എനിക്ക് വേണ്ടി ഫാൻ പേജ് ഉണ്ടാക്കി സ്നേഹിപ്പിച്ചെടുത്തതല്ല, സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു മനസ്സുകൊണ്ട് എന്നെ ഇഷ്ടപ്പെട്ടതാണെന്ന് പറയുന്നു. ഇനി കല്യാണത്തെക്കുറിച്ച് നന്നായി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് കല്യാണം നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. വീട്ടുകാർ നോക്കും, എന്നിട്ട് അവർ മാച്ചാണോ നോക്കിയിട്ടേ കല്യാണമുള്ളൂ. അപ്പോൾ ഏത് വഴിക്കാണ് കല്യാണാലോചന വന്നത് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് അതൊന്നും ഞാൻ പറയില്ല, ഒക്കെ രഹസ്യമാക്കിയിട്ട് വെക്കും. എനിക്ക് സോഷ്യൽ മീഡിയ വഴി ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് വീട്ടുകാർ നോക്കാൻ പോവുകയാണ്. എന്നിട്ട് അതിലെനിക്ക് ഉചിതമായിട്ട് ഏതാണ് അത് എനിക്ക് വേണ്ടി വീട്ടുകാർ കണ്ടെത്തി പിടിക്കും. അതനുസരിച്ച് ഞാൻ കല്യാണം കഴിക്കും. അല്ലാതെ ഒരാളെ ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഓടിപ്പോയി കല്യാണം കഴിക്കില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇനി ഉദ്ഘാടനങ്ങൾ ചെയ്യാൻ
പോവുകയാണ്. കാരണം ഇത്രയും നാൾ ഞാൻ വേണ്ടാന്ന് വെച്ചത് എനിക്ക് പറ്റിയ ഉദ്ഘാടനം ആദ്യമായിട്ട് വരണം. അത് എൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു. ഇപ്പോൾ ഒരു ഉദ്ഘാടനം കഴിഞ്ഞല്ലോ കായംകുളത്ത്. ആ ഉദ്ഘാടനം കഴിഞ്ഞു. ഇനി ഞാൻ എല്ലാ ഉദ്ഘാടനങ്ങളും ഏറ്റെടുക്കും. ആദ്യത്തെ ഉദ്ഘാടനം ഇങ്ങനെ എന്തെങ്കിലും സാമൂഹ്യ സേവനമാവണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഇനി ഉദ്ഘാടനങ്ങൾ തുടരെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അനീഷ് നിർത്തുന്നത് കേട്ടോ. ഓക്കെ, താങ്ക്